എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക്, ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ജണ്ടവരിശയിലെ 5ാമത്തെ വരിശകളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ സപ്തസ്വരങ്ങൾ 4 കാലങ്ങൾ, സരളി വരിശകൾ 10 ജണ്ടവരിശകൾ 4 അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പാടിയതും അതിനെക്കുറിച്ച് പറഞ്ഞതും. എങ്ങനെ പാടാം, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ താളമടിക്കാം, അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ജണ്ടവരിശകളിൽ 5ാമത്തെ ജണ്ടവരിശ. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ, ചില തിരക്കുകളും ചില കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നെങ്കിലും വീഡിയോ കാണുന്നവരൊക്കെ വളരെ റെയറാണ്. നമ്മൾ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടി ടൈം എടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണുന്നവരും വളരെ 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 തുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര ഇതൊരു താല്പര്യം നമുക്ക് തോന്നുന്നുമില്ല. കാരണം ഇത് ഒന്ന് നന്നായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോയാലല്ലേ നമ്മളും ഈ നമ്മുടെ ടൈം, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സമയം നമ്മൾ മാറ്റിവെച്ചിട്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിന് വെച്ചാൽ പ്രിപ്പറേഷൻ വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അതിന് ഒരുപാട് സമയം വേണം. അപ്പം നമ്മുടെ സമയം, പ്രധാനപ്പെട്ട സമയം നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. അപ്പോൾ അതില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാലും നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ജണ്ടവരിശകളിലെ 5ാമത്തെ വരിശ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സ രി രേ ഗ സ രി ഗ സ രി രേ ഗ ഗ മ മ സ രി രേ ഗ സ രി ഗ സ രി രേ ഗ ഗ മ മ സ രി രേ ഗ സ രി ഗ സ രി രേ ഗ ഗ മ മ രി രേ ഗ ഗ മ രി ഗ മ രി രേ ഗ ഗ മ മ പ ഭ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ ഭ ഗ ധ. അതിൻ്റെ നമ്മളങ്ങനെ അതിൻ്റെ 3 കാലങ്ങൾ, 2, 3 കാലങ്ങൾ, 1, 2, 3 കാലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെങ്ങനെ താളം പിടിച്ച് പാടാം, ആ താളത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് അതിൻ്റെ അകാര വികാര പാടേണ്ടതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 5ാമത്തെ വരിശയാണ് എടുക്കുന്നത്. ജണ്ടവരിശകളിലെ 5ാമത്തെ വരിശകൾ. ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. പലരും പഠിക്കുന്നതുമായിട്ടുള്ള ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും നമ്മുടെ ഓർഡർ പ്രകാരം നമ്മൾ 5ാമതായിട്ട് പാടുന്നത് സ സ രി രി ഗ സരി ഗ എന്നാണ് നമ്മൾ 4ാമത് പാടിയത്. ഇന്ന് നമ്മൾ പാടുന്നത് സ സ രി സ സ രി സ രി, പിന്നെ സ സ രി രി ഗ ഗ മ മ, അത് കോമൺ ആണ്. രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ മ മ പ മ പ മ മ പ പ ധ ധ നീ നീ പ പ ധ പ പ ധ പ ധ പ പ ധ ധ നീ നീ സ സ. ഇനി ഡിസെൻഡിങ് ഓർഡർ, അവരോഹണം. സ സ നീ സ സ നീ സ നീ സ സ നീ നീ ധ ധ പ പ നീ നീ ധ നീ നീ ധ നി ധ നീ നീ ധ ധ പ പ മ മ ധ ധ പ ധ ധ പ ധ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ. അതാണ്
നമ്മൾ 5-ാമതായി പഠിക്കുന്ന ജണ്ടപരിശകൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഫോളോ ചെയ്യുന്നവർ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജണ്ടപരിശകൾ 4-ാമതാണ് എഴുതിയതും പാടിയതും, അതിൻ്റെ തൊട്ട് താഴെ ജണ്ടപരിശകൾ 5 എന്നിട്ടിട്ട് ഇപ്പോൾ സാറി പറഞ്ഞ ഓർഡർ ആദ്യം നോട്ട് എഴുതുക. നോട്ട് എഴുതിയിട്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണോ പാടുന്നത് അത് കേട്ട് പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും നമ്മൾ പാടുമ്പോൾ സാ സാ രി സാ സാ രി സാ രി എന്നാണ് നമ്മൾ പാടുക. അത് നമ്മൾ പാടാനുള്ള ഒരു സൗകര്യത്തിനും അതിൻ്റെ ആ ഒരു സ്വരസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ട്യൂണൊന്ന് കൃത്യമായിട്ട് വരാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈസിയായിട്ട് പഠിക്കാനൊരു മെത്തേഡ് എന്ന ലെവലിലാണ് നമ്മൾ സാ സാ രി സാ സാ രി സാ രി 3-3 പാടുന്നത്. ശരിക്കും ഇത് പാടുമ്പോൾ അങ്ങനെ ശരിക്കും ഒറിജിനൽ നോട്ട് വരുന്നത് അങ്ങനെയല്ല. സാ സാ രി സാ സാ രി സാ രി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ച് പാടുന്ന പോലെ വരും. അപ്പം അതിനേക്കാൾ നമ്മളിത് പാടുന്ന സമയത്ത് സാ സാ രി സാ സാ രി സാ രി എന്ന് പാടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ട്യൂണിലേക്ക് നമ്മളെത്തും. മറ്റതങ്ങനെയല്ല. സാ സാ രി സാ സാ രി സാ രി അങ്ങനെ മുറിഞ്ഞു പോകുന്ന പോലൊരു ഫീലിംഗ് വരും. അതൊഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ സാ സാ രി 3 സാ സാ രി 3 സാ രി 2 മൊത്തം 6 2 8 താളത്തിൻ്റെ പകുതി, പിന്നെ സാ സാ രി രി ഗ മമ ഒരു ഫസ്റ്റ് ലൈൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ നോട്ട് എഴുതിക്കോണം. എഴുതിയിട്ട് നമ്മൾ ഈ പാടുന്നത് കേട്ടിട്ട് പാടിക്കണം. ആദ്യം നമുക്കൊന്ന് അതെങ്ങനെയാണ് പാടുക എന്നുള്ളത്, അതിൻ്റെ ട്യൂണൊന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ താളത്തിലേക്ക് പോവാം. സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ മ മ പ മ പ മ മ പ പ ധ ധ നി നി പ പ ധ പ പ ധ പ ധ പ പ ധ ധ നി നി sa 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 ni sa sa ni sa ni sa sa ni ni dha dha pa pa ni ni dha ni ni dha ni dha ni ni dha dha pa pa ma ma dha dha pa dha dha pa dha pa dha dha pa pa ma ma ga ga pa pa ma pa pa ma pa ma pa pa ma ma ga ga re re ma ma ga ma ma ga ma ga ma ma ga ga re re sa sa. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പം ഇനി നമുക്കത് എങ്ങനെ താളമടിച്ച് പാടാം എന്ന് നോക്കാം. അതിപ്പോൾ രണ്ട് സ്വരമായിട്ടാണ് വരിക. സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി
രി ഗ രി ഗ രി രി ഗ ഗ മാ മാ പ പ ഗ ഗ മാ ഗ ഗ മാ ഗ മാ ഗ ഗ മാ മാ പ പ ധ ധ മാ മാ പ മാ മാ പ മാ പ മാ മാ പ പ ധ ധ നീ നീ പ പ ധ പ പ ധ പ ധ പ പ ധ ധ നീ നീ sa 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 ni sa sa ni sa ni sa sa ni ni dha dha pa pa ni ni da ni ni da ni da ni ni da da pa pa ma ma da da pa da da pa da pa da da pa pa ma ma ga ga pa pa ma pa pa ma pa ma pa pa ma ma ga ga ri ri ma ma ga ma ma ga ma ga ma ma ga ga ri ri sa sa. അതാണ് അതിൻ്റെ ഒന്നാം കാലം പാടുന്ന രീതി. ഇനി അതിൻ്റെ രണ്ടാം കാലം പാടുമ്പോഴെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാം കാലം ജണ്ട വരിസകൾ ഒരടിക്ക് 2 സ്വരമാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് രണ്ടാം കാലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി 4 സ്വരമായിട്ട് വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വൃത്തിയായിട്ട് ആ നോട്ട് എഴുതിയെടുക്കുക. രണ്ടാമത് അതിൻ്റെ ട്യൂണ്, സ്വരസ്ഥാനങ്ങൾ നല്ലതുപോലെ പഠിക്കുക. പിന്നെ ഒന്നാം കാലം നല്ലതുപോലെ ഒരടിക്ക് 2 സ്വരം വീതം വരുന്നത് പോലെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് തറവാക്കുക. അതിനുശേഷം മാത്രം രണ്ടാം കാലത്തിലേക്ക് പോവുക. സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ ma ma pa pa ga ga ma ga ga ma ga ma ga ga ma ma pa pa da da ma ma pa ma ma pa ma pa ma ma pa pa da da ni ni pa pa da pa pa da pa da pa pa da da ni ni sa 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 ni sa sa ni sa ni sa sa ni ni da da pa pa ni ni da ni ni da ni da ni ni da da pa pa ma ma da da pa da da pa da pa da da pa pa ma ma ga ga pa pa ma pa pa ma pa ma pa pa ma ma ga ga ri ri ma ma ga ma ma ga ma ga ma ma ga ga ri ri sa sa. ഒരടിക്ക് 4 സ്വരം. ഇനി ഒന്നാം കാലം പാടിയതിന് ശേഷം രണ്ടാം കാലം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാം കാലം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് തറവായതിനു ശേഷം മാത്രം മൂന്നാം കാലത്തിലേക്ക് പോവുക. അപ്പോൾ അറിയാം 8 സ്വരം വരും. ഒന്നാം കാലം 2 സ്വരം, രണ്ടാം കാലം 4 സ്വരം, നാലാം കാലം അതിൻ്റെ ഇരട്ടി 8 സ്വരം. അപ്പോൾ സ സ രി സ സ രി സ രി
ഒരടിക്ക്. സ സ രി രി ഗ ഗ മ മ. അടുത്ത രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ സ സ ni sa sa ni sa ni sa sa ni ni da da pa pa ni ni da ni ni da ni da ni ni da da pa pa ma ma da da pa da da pa da pa da da pa pa ma ma ga ga pa pa ma pa pa ma pa ma pa pa ma ma ga ga ri ri ma ma ga ma ma ga ma ga ma ma ga ga ri ri sa sa. അതാണ് മൂന്നാം കാലം പാടുന്ന ഓർഡർ. ഇനി നമുക്ക് താളം പിടിച്ച് നോക്കാം. സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ sa sa ni sa sa ni sa ni sa sa ni ni da da pa pa ni ni da ni ni da ni da ni ni da da pa pa ma ma da da pa da da pa da pa da da pa pa ma ma ga ga. അപ്പോൾ രണ്ട് താളം കഴിഞ്ഞു. പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ. നമ്മൾ കഴിഞ്ഞ പരീക്ഷ പറഞ്ഞ പോലെ തന്നെ മൂന്നാം കാലം പാടിയപ്പോൾ താളത്തിൻ്റെ പകുതിയിൽ 4 ബീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഫിംഗറിൽ വന്നു. ഈ മൂന്നാമത്തെ ഫിംഗർ താളത്തിൻ്റെ പകുതിയിൽ നമ്മൾ നിൽക്കുകയാണ്. ഇനി അടുത്ത റൗണ്ട് നമ്മൾ തുടങ്ങേണ്ടത് താളത്തിൻ്റെ പകുതിയിൽ നിന്നാണ്. സെക്കൻഡ് റൗണ്ട്. ഒരു റൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് പാടി കഴിഞ്ഞപ്പോൾ നമ്മൾ താളത്തിൻ്റെ പകുതിയിൽ വന്നു. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഈ താളത്തിൻ്റെ പകുതിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് റൗണ്ട് സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ സ സ ni സ സ ni സ ni സ സ ni ni ദ ദ പ പ നീ നീ ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ ഗ പ പ മ പ പ പ പ മ പ പ മ മ ഗ ഗ രി രി മ മ മ മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തി പാടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. പാടുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പാടുക. സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ സ സ ni സ സ ni സ ni സ സ ni ni ദ ദ പ പ നീ നീ ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ സ സ രി സ സ രി സ രി സ സ രി രി ഗ ഗ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ മ മ പ മ പ മ മ പ പ ദ ദ നീ നീ പ പ ദ പ പ ദ പ ദ പ പ ദ ദ നീ നീ സ സ സ സ ni സ സ ni സ ni സ സ ni ni ദ ദ പ പ നീ നീ ദ നീ നീ ദ നീ ദ നീ നീ ദ ദ പ പ മ മ ദ ദ പ ദ ദ പ ദ പ ദ ദ പ പ മ മ ഗ ഗ പ പ മ പ പ മ പ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ മ മ ഗ മ ഗ മ മ ഗ ഗ രി രി സ സ. അപ്പോൾ നമ്മൾ 2 റൗണ്ട് പാടിയപ്പോൾ ആ വരിശകൾ മൂന്നാം കാലം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാം കാലം പറഞ്ഞു, രണ്ടാം കാലം പറഞ്ഞു, മൂന്നാം കാലം പറഞ്ഞു. ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ പാടിയതുപോലെ തന്നെ അതിൻ്റെ എല്ലാം അകാരകാരം ഈ അകാര ഇകാരം അകാരങ്ങൾ എല്ലാം നല്ലപോലെ പ്രാക്ടീസ്. നിങ്ങൾ എന്തെല്ലാം പഠിക്കുന്നോ പഠിച്ച വരിശകളെല്ലാം ശ്രുതിയിട്ട് താളമടിച്ച് അതിൻ്റെ മിനിമം ഒരു 3 കാലമെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് അകാര ഇകാരം അകാരങ്ങൾ സ്വരവും ആയിട്ട് പാടുക. ഇപ്പോൾ ഇന്ന് നമ്മൾ പാടിയ ശ്രുതി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബി ആണ്. ബി 7 കട്ട 7.
നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പാടിയത് 6 കട്ടയാണ്. അപ്പോൾ 1-2 പേരെ സാറ് കുറച്ചുകൂടെ ഒന്ന് ഒരു ശ്രുതി ഒന്ന് മാറ്റി പാടുന്ന രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രുതി ഒന്ന് കെറ്റി പാടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ പാടിയതാണ് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് 6-നും പാടാം. നിങ്ങളുടെ ശ്രുതി ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന 6-നോ 7-നോ. ഇതിപ്പോൾ 7ആണ്, കുറച്ച് ശ്രുതി കൂടുതലാണ്. 7 കട്ട ബി എന്ന് പറയും നമ്മൾ ശ്രുതി ബോക്സിൽ നോക്കുമ്പോൾ ബി. അപ്പോൾ 7 കട്ട ശ്രുതിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാടിയിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും നല്ലതുപോലെ നോട്ട് ആദ്യം എഴുതി സാറാ പറഞ്ഞ സെയിം ഓർഡറിൽ നല്ലതുപോലെ ഓരോന്നും 1, 2, 3 കാലങ്ങൾ ഓരോ കാലങ്ങളും കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് താളമടിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അടുത്തടുത്ത കാലങ്ങളിലേക്ക് പോവുക. എന്നിട്ട് അവസാനം മാത്രം അകാരങ്ങൾ പാടാൻ ശ്രമിക്കുക. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സായിട്ട് ഇനി കുറച്ച് കാലം നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ, അത് ആർക്കെങ്കിലും ഇതിങ്ങനെ പൈസ കൊടുത്ത് പഠിക്കാൻ സാധിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ അടുത്ത പരീക്ഷ പരീക്ഷകൾ 6ാമത്തെ പരീക്ഷയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.